നമസ്കാരം. ജയശങ്കർ, വല്ലവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി തനിഷ്ഠ നായർ, രവി നായർ. പുണർദം നക്ഷത്രം, 26 വയസ്സ്, 169 സെന്റിമീറ്റർ ഹൈറ്റ്, 75 kg വെയിറ്റ്. BA സൈക്കോളജി മുംബൈയിൽ നിന്ന്, തെറാപ്പിക് കൗൺസിലിംഗ് ഡിപ്ലോമ നിർമ്മല നികേതൻ മുംബൈയിൽ നിന്ന്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സോഷ്യൽ സർവീസ് വർക്ക് ഫ്രം കാനഡയിലത്തെ ഒരു പ്രശസ്തമായ കോളേജിൽ നിന്നാണ് അഡ്വാൻസ് സ്റ്റഡീസ് നടത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ സോഷ്യൽ സർവീസ് വർക്ക് ഫ്രം ലോയലിസ്റ്റ് കോളേജ് കാനഡ. ലോയലിസ്റ്റ് കോളേജ് കാനഡ. അച്ഛൻ ബിസിനസ്, സഹോദരങ്ങളില്ല. അമ്മ മുംബൈ IIT ഉദ്യോഗസ്ഥയാണ്. ഇവരുടെ നാട് വന്നിട്ട് പാലക്കാടാണ്. മകള് കാനഡയിൽ, അച്ഛനും അമ്മയും മുംബൈയിൽ. അവര് കൂടുതലും കാനഡയിലൊക്കെ താമസിക്കുന്ന ആൺകുട്ടികളെ, എഡ്യൂക്കേറ്റഡ് നായർ ആൺകുട്ടികളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള കാനഡയിൽ ജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വല്ലവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 പോയിന്റുകൾ ഇതിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ കല്യാണപ്രായമെത്തിയ മക്കൾ ഉള്ള സാഹചര്യത്തിൽ അച്ഛനമ്മമാര് വളരെയധികം ടെൻഷനിലാണ്. കല്യാണം എങ്ങനെയൊക്കെ നോക്കണം, എവിടെ രജിസ്റ്റർ ചെയ്യണം, പ്രൊഫൈൽ എന്തൊക്കെ എഴുതി വെക്കണം, എന്തൊക്കെ എഴുതി വെക്കണ്ട, പല കാര്യങ്ങളിലും അവർ വറീഡാണ്. ഏത് ജോത്സ്യനെ കൊണ്ട് നോക്കിക്കണം, തലക്കുറി എങ്ങനെ എഴുതിപ്പിക്കണം, ആകെ ഒരു വല്ലാത്ത ടെൻഷനാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിവാഹപ്രായമെത്തിയ മക്കളുമായി ആദ്യം ഒന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ മൊത്തം ഒന്ന് കേൾക്കുക. കല്യാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. ചിലർക്ക് ബാംഗ്ലൂർ ജോലിയുള്ളവർക്ക് ബാംഗ്ലൂരിനെ കിട്ടിയാൽ നന്നായി എന്ന് പറയും. ചിലർ നല്ല ഹൈറ്റ് ആണെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ചുള്ള കുട്ടികൾ വേണമെന്ന് പറയും. തടി, ക്വാളിഫിക്കേഷൻ, ഈ വക എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാണോ അവർ പറയുന്നത് വെച്ചാൽ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതെങ്കിലും ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകരുത്. കാരണം അവർ പറഞ്ഞ 100% ഒന്നും പറ്റില്ല എന്ന് അവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും അച്ഛനമ്മമാരൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജാതകത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എഴുതി വെക്കാതിരിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങളൊക്കെ കിട്ടും വേണ്ടവർക്ക്. പിന്നെ നാളെ എഴുതുക, അല്ലാണ്ട് വേറെ ഒന്നും എഴുതണം എന്ന് എഴുതാതിരിക്കലാണ് വളരെ നല്ലത്. പലരും എഴുതുന്ന കാണാം 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, ഇത്രദോഷ, ശുദ്ധജാതകം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്ന കാണാം. പലപ്പോഴും ഇത് ഈ വായിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലെങ്കിൽ അവരാകെ പേടിച്ചു പോകും. അയ്യോ, ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവരങ്ങ് ഒഴിവാക്കും. അങ്ങനെയൊക്കെ നല്ല നല്ല കേസുകൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ജാതകത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ വളരെ കൃത്യമായിട്ട് SSLC അല്ലെങ്കിൽ SSC, 12th, ദെൻ ഗ്രാജുവേഷൻ, മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഏത് കോളേജിൽ നിന്ന് ആണ് പാസ്സായിരിക്കുന്നത്, എന്തായിരുന്നു സബ്ജക്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുക. അതിനുശേഷം ജോലി സ്ഥലം, കമ്പനിയിലെ ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ അത്, ശമ്പളം എത്രയുണ്ടെങ്കിൽ അത്, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതുക.
അത് ജനങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അതേപോലെ ഹൈറ്റ്, വെയിറ്റ്, സഹോദരങ്ങൾ, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവർ എവിടെ ജോലി ചെയ്തിരുന്നത്, അവരിപ്പോൾ റിട്ടയർഡ് ലൈഫാണോ, അവരുടെ തറവാടുകൾ എവിടെ, ഈ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതുക. ഇത് എല്ലാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വീട്ടിലെ ഓരോ അംഗങ്ങളും അത് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും അതിൽ ചിലത് കുറച്ച് കൂടുതൽ എഴുതാനുണ്ട്, ചിലത് കുറവ് എഴുതാനുണ്ട്. അങ്ങനെ ഒരു നന്നായിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ തറവാട്ട് ക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് നാഗങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നല്ല മാട്രിമോണിയൽ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പണിയാണ്. ഏതെങ്കിലും ഒരു 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്ന ഇതുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്ര രൂപ അവർ വാങ്ങിക്കും, എത്ര പ്രൊഫൈലുകൾ അപ്രോക്സിമേറ്റ് തരും, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കുക. കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല പൈസകളും ഉണ്ടോ, കാരണം ഇതൊക്കെ പലപ്പോഴും ആദ്യം പറയില്ല, പിന്നേക്ക് അത് പറഞ്ഞ് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്ന കാഴ്ചകൾ പല ദിക്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അവർ പ്രൊഫൈൽ തരും. പ്രൊഫൈൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കാട്ടുക, ഫോട്ടോ കാര്യങ്ങളൊക്കെ കാട്ടി മക്കൾ പറയുകയാണ് ഇത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിക്കുക. അച്ഛനമ്മമാരായിട്ട് സംസാരിക്കുക. അച്ഛനമ്മമാരായിട്ട് സംസാരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ നമ്പർ, വാട്സാപ്പ് നമ്പർ വാങ്ങിച്ച് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കട്ടെ. കുറച്ച് ദിവസമെങ്കിലും അവർ സംസാരിക്കാനുള്ളൊരു സമയം കൊടുക്കണം. ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർ നന്നായിട്ട് സംസാരിച്ച് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ ആവട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. പെണ്ണ് കാണൽ തീർച്ചയായിട്ടും പെൺകുട്ടിയും ആൺകുട്ടിയും പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം സംസാരിച്ച് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വാട്സാപ്പ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ അല്ലെങ്കിൽ ആദ്യത്തെ കോൾ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുക, വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഫർദർ മുന്നോട്ട് പോവുക. കുടുംബ പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ എവിടെയിരുന്നു, അച്ഛൻ്റെ ജോലി എന്താ, അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, അച്ഛൻ്റെ നാട് എവിടെ, തറവാട് എവിടെ, ഇതെല്ലാം ചോദിക്കുക. അമ്മയുടെയും ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞവരാണോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ, രണ്ട് കുട്ടികളുടെയും എഡ്യൂക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇത് നടക്കില്ല, ചെയ്യാറില്ല ആരും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ വേണം. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ഇതൊന്നും ഒരു നെഗറ്റീവ് മാർക്കല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അതുകൊണ്ടാണ് ഇത് നേരത്തെ ചോദിക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം ചോദിക്കേണ്ടത് അമിതമായ ബാങ്ക് ലോണുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു 10 ലക്ഷം ലോണിൻ്റെ സ്ഥാനത്ത് ഒരു 25 ലക്ഷം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതൊക്കെ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ചിലർക്ക് 5 ലക്ഷം ആയിരിക്കും പറ്റുള്ളൂ, ചിലർക്ക് 10 ലക്ഷം പറ്റും, ചിലർക്ക് 25 ലക്ഷം പറ്റും. അതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ
ചോദിച്ച് മനസ്സിലാക്കണം. ലോണുകൾ ഉണ്ടോ? ഇങ്ങനെയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാം ആവശ്യമില്ലാത്ത ടെൻഷനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ്, കുട്ടികളുടെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.